ജീവിതം പ്രതീക്ഷകളുടെ ഒരു സമാഹാരമാണ്. സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ, സങ്കടങ്ങൾ മറക്കുവാൻ, നല്ലൊരു നാളെ കണ്ടുണരുവാൻ. പക്ഷാഘാതം, പാർക്കിൻസൺസ് രോഗം, സെറിബ്രൽ പാൾസി, നട്ടെല്ലിന് സംഭവിക്കുന്ന പരിക്കുകൾ എന്നീ കാരണങ്ങളാൽ ജീവിതത്തിലെ പ്രതീക്ഷകൾ അവസാനിച്ചവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം കാരണങ്ങളാൽ കേരളത്തിൽ നടക്കാനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ്. 2019 8,40,000-ലേറെ പേരാണ് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായി കണ്ടെത്തിയിരുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല. ശാസ്ത്രം, റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി ഇവയെല്ലാം നഷ്ടപ്പെട്ട ആ പ്രതീക്ഷകളെയും ജീവിതത്തെയും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു ജി-ഗേറ്റർ എന്ന റോബോട്ടിക് പുനരധിവാസത്തിലൂടെ. എൻ്റെ പേര് ഗോകുൽ രത്നാകർ. ഞാൻ 2006 ഒരു കാർ അപകടത്തെ തുടർന്നാണ് വീൽ ചെയറിലാകുന്നത്. അന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ, തെറാപ്പിയുടെ സാധ്യതകൾ ഇതൊക്കെ തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇത്തരത്തിൽ എപ്പോഴും നേരിട്ടിരുന്നൊരു പ്രശ്നം, ഇതിൻ്റെ ഒരു പരിഹാരമായി പറഞ്ഞിരുന്നത് അഗ്രസീവായി ഫിസിയോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് വളരെയധികം സാമ്പത്തിക ബാധ്യതയും, മനുഷ്യസാധ്യമായി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവും വളരെ പരിമിതമായ അളവിൽ മാത്രം ചെയ്യാൻ പറ്റുകയും ചെയ്തിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. നമ്മളിത് കൃത്യമായി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി ആരായുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ അതും ഒരു സ്റ്റാർട്ടപ്പ് യുവാക്കളായ കുറച്ച് ആൾക്കാർ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതായും ഇത്തരത്തിലൊരു മെഷീൻ അവർ വികസിപ്പിച്ചെടുത്തായി അറിയാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം തോന്നി. ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഇത് ഞങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ഇവിടെ ഈ അവസ്ഥയിൽ കഴിയുന്ന പലർക്കും ജീവിതത്തിൽ ഉണ്ടായി കൊടുക്കുന്ന സാധ്യതകൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും എന്നുള്ളതാണ് സത്യം. സാധാരണക്കാർക്കിത് അക്സസിബിളായ രീതിയിൽ കൂടി നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ ഇത് വരണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനൊരു തുടക്കമാവട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ സേവന മാതൃക ലോകത്ത് ആകെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ജി-ഗേറ്റർ എന്ന പേരിൽ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2-3 സവിശേഷതകളുണ്ട്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന വളരെ സങ്കീർണമായി ചിട്ടയായി ചെയ്യേണ്ട, ഗേറ്റ് കറക്റ്റായി വെച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രക്രിയ, ആ പ്രക്രിയയ്ക്ക് റോബോട്ടിൻ്റെ സഹായം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ടീം ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യ സേവനം മെച്ചപ്പെടുത്തുന്ന പരിപാടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് റോബോട്ടുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക. കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊരു സംവിധാനമായിട്ട് ഈ പുത്തൻ സാങ്കേതിക വരുള്ളൂ. ഇതെല്ലാം വിജ്ഞാന സമൂഹ സങ്കല്പത്തിൻ്റെ ഘടകമാണ്. മനുഷ്യനെ ആവശ്യമില്ലാതെ ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല ഞാനൊരു ഫിലോസഫി എന്നാണ് എനിക്ക് പറയുന്നത്. ആവശ്യമുള്ള സ്ഥലത്ത് മനുഷ്യന് സഹായിയായിട്ട് റോബോട്ടിനെ കാണുക എന്നുള്ളത് ഒരു വിജ്ഞാന സമൂഹ സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ പ്രോജക്റ്റ് കേരളത്തിൻ്റെ വിജ്ഞാന സമൂഹത്തിൻ്റെ അന്വേഷണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. റോബോട്ടിന്റെ സഹായത്തോടെ ഗേറ്റ് ട്രെയിനിങ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ആതുര സേവന കേന്ദ്രമായി മാറുകയാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ. ഇതിലൂടെ ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ജി-ഗേറ്റർ അവിടെ സ്ഥാപിക്കുന്നതിലൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് ഒരു നല്ല നാളെ നൽകുക കൂടിയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം.